എന്നിട്ട് ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന് അപ്പോൾ എനിക്കും ഡിജോയിൽ നിന്ന് വേണം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. എങ്ങനെയാണ് ഡിജോ ഞാനിത് പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഡിജോയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്പേസ് ആയത് കാരണം കൊണ്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മുമ്പിൽ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ, അല്ലാതെ നമ്മൾ മൊത്തം ഈ സിനിമയുടെ സെറ്റപ്പിൽ അഭിനയിക്കുന്നതല്ല പറയുന്നത്. ഇരുന്ന് ഡയലോഗിന്റെ മോഡുലേഷനും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വേണ്ട ഇത് മതി എന്നുള്ള പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്ന ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൂടെ കഴിയുന്ന പോലെ പ്രവർത്തിക്കുക, ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലേ, 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്കാണ് നമ്മൾ നാളത്തെ സീൻ അപ്പോൾ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് രണ്ടാൾക്കുമാണ്. അതുപോലെ സിനിമയും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അത് ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ ക്രെഡിറ്റ്. നമ്മളൊക്കെ അതിനകത്ത് ടൂൾസ് മാത്രമാണ്. നന്നായിട്ടുണ്ട് മേടിക്കണ്ട.